ജാസ്മിനെയും ഒരു ഗ്രൂപ്പിലിടാമോ എന്ന് ഗബ്രി പല രീതിയിലും ആംഗ്യം കാണിച്ചൊക്കെ റസ്മിനോട് അപേക്ഷിച്ചു. എന്നാൽ ഈ തവണ റസ്മിൻ ഗബ്രീനെ ചതിച്ചു. ഗബ്രി പറഞ്ഞത് കാര്യമാക്കിയേ ചെയ്തില്ല. ഗബ്രീനെ പിടിച്ചിട്ട് നെക്സ്റ്റ് ടീമിലിട്ടു. ഡെൻ ടീമിലായിരുന്നല്ലോ ജാസ്മിൻ അവിടെ തന്നെ. എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല റസ്മിൻ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചതുപോലെ. ഇപ്പം ഗബ്രി വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞാൽ റസ്മിൻ കേൾക്കും, ഉറപ്പായിട്ടും എന്നെയും ജാസ്മിനെയും കൂടി ഒരു ഗ്രൂപ്പിൽ ഇടുമായിരിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പവർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ ആ ഒരു ക്ഷീണം ജാസ്മിൻ്റെ ഒരു ഗ്രൂപ്പിലാകുമ്പോൾ മാറുമെന്നാണ് ആൾ വിചാരിച്ചത്. അത് നന്നായിട്ട് നൈസായിട്ട് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് റസ്മിൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന പിന്നെ ഒരു മാറ്റം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ജിൻഡോനോട് നാഴേക്ക് 40 വട്ടവും എടോ പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കണയാണ്. ഇപ്പം ജിൻഡോട് വലിയ വഴക്കിനൊന്നും പോകണില്ല. ജിൻഡോ വഴക്കിന് വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ശാന്തമായിട്ട് നേരിടുന്നു. എന്തോ മാറ്റാണ് റസ്മിന് വന്നേക്കണത്. പിന്നെ വേറൊരു കാര്യം, ഇതുപോലെ ഋഷി പവർ റൂമിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എനിക്ക് അൻസിബയുടെ ടീമിൽ ഇരിക്കാമല്ലോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടായാണ്. അല്ലെങ്കിൽ ഇപ്പം പവർ റൂമിൽ വേറെ ആർക്കും കയറാനും അനുവാദമൊന്നുമില്ലല്ലോ, സംസാരിക്കാൻ പോലും അവിടെ വന്നിട്ട് സംസാരിക്കാനും പറ്റത്തില്ല. പക്ഷേ അൻസിബയും ഋഷിയും കൂടെ ഒരു ഗ്രൂപ്പിലാകുമെന്നാണ് ഋഷി പ്രതീക്ഷിച്ചത്. അതും മാറ്റിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഋഷി അപേക്ഷിക്കാനൊന്നും റസ്മിനോട് പോയില്ല. പക്ഷേ റസ്മിൻ എന്ത് ചെയ്തു, ഋഷീനെ പിടിച്ചിട്ട് ടണൽ റൂമിലാണ് ഇട്ടേക്കണത്. അൻസിബ ഉള്ളത് നമ്മുടെ ജാസ്മിൻ ലീഡറായിട്ടുള്ള ഡെന്നിൽ തന്നെ. പിന്നെ ലാലേട്ടൻ പറഞ്ഞ കാര്യം എന്താണ്, ആര് കിച്ചണിലാണെങ്കിലും ജിൻഡോയും നമ്മുടെ ജാസ്മിനും അടുത്ത വീക്ക് കിച്ചണിലായിരിക്കും എന്നാണ്. അല്ലാതെ ജാസ്മിനും ജിൻഡോ ഉള്ള ഗ്രൂപ്പിൽ പിടിച്ച് കിച്ചൺ ടീമിലിടാനല്ല. ഇതിപ്പോൾ അൻസിബയ്ക്ക് ശിക്ഷ കിട്ടിയ പോലെ ഉണ്ട്. കാരണം അൻസിബയും പിന്നെ ജാസ്മിനും ജിൻഡോയും ശ്രീതുവാണ് ആ ഒരു ഡെൻ ഗ്രൂപ്പ് എന്ന് പറയണത്. അപ്പോൾ അൻസിബയ്ക്ക് വീണ്ടും അടുക്കള പണി എടുത്ത് മുടിയേണ്ടി വരും എന്ന് തോന്നുന്നു വീണ്ടും ഈ ഒരു വീക്ക്. പിന്നെ നമുക്ക് ടീമിൽ ആരൊക്കെയാണോ ഉള്ളതെന്നും കൂടെ ഒന്ന് നോക്കാം. നെക്സ്റ്റിൽ ഗബ്രി, അപ്സര, സിജോ, അർജുൻ. അതിൽ സിജോനെയാണ് ക്യാപ്റ്റൻ ആക്കിയേക്കണത്. ഡെന്നിൽ അറിയാലോ ശ്രീതു, ജാസ്മിൻ, ജിൻഡോ, പിന്നെ അൻസിബയും ജിൻഡോയും ജാസ്മിനും നേരെ ഉണ്ടായിരുന്നായിരുന്നു. ശ്രീതുവിനെയും കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഗ്രൂപ്പ് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് കിച്ചൺ ജോലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ അൻസിബയ്ക്ക് കിട്ടിയ പണിഷ്മെൻറ്റ് പോലെയുണ്ട്. ടണലിന് ബാത്റൂമാണ് ജോലി. നോറ, അഭിഷേക്, ഋഷിയാണുള്ളത്. പിന്നെ നെക്സ്റ്റ് ടീം ഞാൻ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ പവർ റൂം അറിയാലോ, ശരണ്യ, ശ്രീരേഖ, സായി, അതുപോലെ തന്നെ നന്ദന. ഇവരുടെ ആദ്യത്തെ തന്നെ അവരുടെ നിയമം ഒന്ന് നൈസായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് റെസ്പെക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു എന്നും ലാലേട്ടൻ അല്ലെങ്കിൽ പ്രേക്ഷകർ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇനി മുതൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാർ മാഡം എന്നൊക്കെ അഭിസംബോധന ചെയ്യണമെന്നാണ് പവർ റൂം കൊടുത്തേക്കുന്ന ആ ഒരു റൂള്. എല്ലാവരും അവിടെ എതിർത്തും കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് വർക്ക് പ്ലേസിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ഈ റെസ്പെക്ട് എന്ന് പറയുന്നത് മനസ്സിൽ നിന്നുണ്ടാവണേ, അല്ലാതെ സാറേ മാഡം എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ് ആവുമെന്ന്. സാറേ മാഡം എന്നൊക്കെ ദേഷ്യത്തിലൊക്കെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് അവിടെ നിന്ന് അഭിഷേകം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും പവർ ടീമിൻ്റെ ആദ്യത്തെ തന്നെ ആ ഒരു ഇത് പാളിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വഷവിയോ.